സ്മിതേഷ് അവിടെ വലിയ വിജയം നേടിയിരിക്കുന്നു. വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ തിരുമുറ്റത്തേക്ക് പോകുകയാണ്. അവിടെ വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് വിജയിച്ച് ഇപ്പോൾ അദ്ദേഹം കോർപ്പറേഷന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. MR ഗോപൻ ഉൾപ്പെടെയുള്ള BJPയുടെ കൗൺസിലർമാർ, മുതിർന്ന നേതാക്കളെല്ലാം അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. കോർപ്പറേഷന് പുറത്തേക്ക് മേയർ വി രാജേഷ് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷം കഴിഞ്ഞ 5 വർഷക്കാലം BJPയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നയിച്ച പ്രതിപക്ഷ നേതാവായ നേമത്ത് നിന്നുള്ള കൗൺസിലർ MR ഗോപൻ, അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം വി രാജേഷിനൊപ്പമുണ്ട്. ഒപ്പം ധാരാളം പ്രവർത്തകർ, വി രാജേഷിൻ്റെ കുടുംബം എല്ലാവരും ഈ ചടങ്ങ് കാണാനായി ഇന്നിപ്പോൾ എത്തിയിരുന്നു. അങ്ങനെ അനന്തപുരിയുടെ മേയർ എന്ന വലിയൊരു പദവി ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. ധാരാളം BJP പ്രവർത്തകർ ഇതൊരു ആഘോഷമാക്കി മാറ്റാനായി എത്തിയിരുന്നു. ഇപ്പോൾ കുടുംബത്തിനൊപ്പം അദ്ദേഹം നിൽക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അവിടെ നിന്നും ശാലിനി ചേരുകയാണ്. ശാലിനി, ദൃശ്യങ്ങളിൽ കാണാം വലിയ ആവേശമാണ്. BJP പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കും ആവേശം നൽകുന്നതാണ് ഈ VVRന്റെ ഇന്നത്തെ സ്ഥാനാരോഹണം. കാരണം അദ്ദേഹം കേവലം ഒരു നേതാവല്ല, തിരുവനന്തപുരത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന വളരെ സജീവമായ ഒരു പൊതുപ്രവർത്തകനാണ്. ഇപ്പോൾ അദ്ദേഹമാണ് തിരുവനന്തപുരത്തിൻ്റെ പിതാവായി ചുമതല ഏറ്റിരിക്കുന്നത്. എത്രത്തോളം ആവേശം നിറയുന്ന അന്തരീക്ഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുറ്റത്ത്? അക്ഷരം അത് തിരുവനന്തപുരം നഗരത്തിന്റെ മനസ്സായി, തിരുവനന്തപുരം നഗരത്തിന്റെ ശബ്ദമായി ഇപ്പോൾ മേയറായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വീണ്ടും പോകും. അദ്ദേഹം ഇപ്പോൾ നഗരസഭയുടെ മുൻപിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ നൽകി സ്വീകരണം ഏറ്റുവാങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം ഒരു അഭിഭാഷകരായി ആരംഭിച്ചുവെങ്കിലും അദ്ദേഹം എപ്പോഴും ഒരു പൊതുപ്രവർത്തകരായി നിലകൊണ്ടിരുന്നു. ആ പൊതുപ്രവർത്തകരായി അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ, അവർക്ക് ഒപ്പം അദ്ദേഹം ഈ ഒരു വിജയം ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ക്യാബിനിൽ പോയി മേയറുടെ കസേരയിൽ ഇരുന്ന ചുമതലകൾ ഏറ്റെടുത്തു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളുടെ കാര്യത്തിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ച് അദ്ദേഹം വയോജനങ്ങൾക്കായി നൽകുന്ന ചില പദ്ധതികൾ, ആ പദ്ധതികൾക്കായി നഗരസഭയുടെ ഭാഗത്തു നിന്നും നൽകാവുന്ന 50 ലക്ഷം രൂപയുടെ ഫയലിൽ ഒപ്പുവെച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ ആളുകൾ, സാധാരണക്കാർ മുതൽ അദ്ദേഹത്തിനെ കാണാനായി കാത്തുനിന്ന ആളുകളൊക്കെ അദ്ദേഹത്തിനെ ക്ഷണിച്ചും അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചും അദ്ദേഹത്തിന് പുഷ്പങ്ങൾ നൽകിയും ഒക്കെ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. ഇനിയിപ്പോൾ അദ്ദേഹം അകത്തേക്ക് നഗരസഭയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. അതെ ശാലിനി, വലിയ ആവേശമാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്തും പുറത്തും. അദ്ദേഹം മേയറായി ചുമതല ഏറ്റിരിക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ അദ്ദേഹത്തെ ആദരിക്കുവാനായി അവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം സാധാരണക്കാരായ ജനങ്ങളുണ്ട്, BJPയുടെ നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. അവരെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തായാലും